എയർപോർട്ടിൽ ഇനി വേറെ ആരും ബാഗ് മാറി എടുത്തോണ്ട് പോകണ്ടല്ലോ എന്ന് കരുതി നല്ല ഒന്നാമതൊരു ഒരു ഉസ്മാൻ കളർ പച്ച ബാഗ് ഒക്കെ വാങ്ങിയിട്ടാണ് ഇത്തവണ ഞാൻ നാട്ടിൽ നിന്ന് വന്നത്. പക്ഷെ അതിനകത്ത് കുറച്ച് ഹെയർ സ്പ്രേയും ടൂത്ത് ബ്രഷും കണമുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് എയർപോർട്ട് സെക്യൂരിറ്റി അത് മുഴുവൻ സ്കാൻ ചെയ്ത് ലോക്ക് ചെയ്ത് സീൽ ചെയ്ത് വെച്ചിട്ട് പോന്നു. പക്ഷെ അതിന്റെ ഉള്ളിൽ എങ്ങനെയോ ഗ്ലൂ കയറിയിട്ട് നമ്പറിലൊക്കെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അത് എങ്ങനെയൊക്കെയോ ബാഗ് കുത്തിപ്പൊളിച്ച് ഇതാണ്ട് ബാഗിലുള്ള ഐറ്റങ്ങളാണ് കേട്ടോ ഞാൻ ഏറ്റവും അധികം നാട്ടിൽ നിന്ന് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ആദ്യം കൊണ്ടിരുന്ന മരുന്നാണ്. കാരണം ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു തുമ്മലോ ചുറ്റിലോ വന്നാൽ പെട്ടെന്നൊന്നും ഡോക്ടറെ വിളിച്ചാൽ കിട്ടില്ല. പിന്നെ നല്ല ജീരക മിഠായി, നാരങ്ങ മിഠായി, പിന്നെ ഈ കഥകളിയുടെയും മറ്റ് ദമയന്തി സാധനങ്ങളൊക്കെ ഓഫീസിൽ എന്റെ ബ്രിട്ടീഷുകാരായിട്ടുള്ള കൊളീഗ്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റുകളാണ്. പിന്നെ നാട്ടിൽ നിന്ന് ഒബ്വിയസ്ലി ഇവിടെ ഒരു 10 ഓണം ഉണ്ടാവും. റെസിഡന്റിന്റെ ഓണം, വാർഡിന്റെ ഓണം, അവിടുത്തെ ഓണം, ഇവിടുത്തെ ഓണം, മലയാളി അസോസിയേഷൻ. അപ്പൊ എല്ലാ ഓണത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കേരള സാരി, അതിനെ പറ്റിയ ഓർണമെന്റ്സ്, കാര്യങ്ങള്, അടുത്ത കോntestന് വേണ്ടിയിട്ടുള്ള ഐറ്റങ്ങള്. എനിക്ക് ഈ അനൗൺസ്മെന്റിനൊക്കെ പോകാനുള്ളതുകൊണ്ട് കുറെ ഡ്രസ്സ് വേണം. അങ്ങനെ കുറെ ഐറ്റം കൊണ്ടുവന്നു. ഈ ഗുച്ചിയുടെ പേഴ്സിലിരിക്കുന്നത് ഗുച്ചി പേഴ്സ് ഒന്നും അല്ല. ഇത് വേണ്ട എന്റെ അനിയത്തിക്കുട്ടി അമ്മ എനിക്ക് തന്ന കമ്മലാണ്. നാട്ടിൽ നിന്ന് ഒരു ലോഡ് സ്നേഹമായിട്ടാണ് ഞാൻ UK വന്നത്. അപ്പം ഓഫീസിൽ കൊണ്ടുപോയി എല്ലാവർക്കും ഓരോ പേന, കത്തി, ഇങ്ങനെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ കൊടുത്തു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ എന്റെ ഓഫീസിൽ തിരിച്ചു വന്നപ്പോ അന്ന് അവിടുന്ന് വെച്ച് ഫ്ലവേഴ്സും എന്റെ ചെടികളൊക്കെ അങ്ങനെ ഇരിക്കുന്നു. ഇനി ഞാനും കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീണ്ടും ബാക്ക് ടു